ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് ഫ്രസ്റ്റം ഓഫ് എ കോൺ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് വരയ്ക്കണം? ആദ്യം നമ്മൾ XY ലൈൻ വരയ്ക്കാം. ഓക്കെ, XY ലൈൻ വരച്ചിട്ട് നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കണം. ടോപ്പ് വ്യൂ ഫ്രസ്റ്റം ഓഫ് എ കോൺ ആവുമ്പോൾ നമുക്കറിയാം ടോപ്പ് വ്യൂല് 2 സർക്കിൾ ആയിരിക്കും ഉണ്ടാവുന്നത്. അതിന്റെ ഡയമീറ്റർ എത്രയാണ്? 50. ഒരു സർക്കിളിന്റെ ഡയമീറ്റർ 50 ആണ്. മറ്റേ സർക്കിളിന്റെ ഡയമീറ്റർ എത്രയാണ്? മറ്റേ സർക്കിളിന്റെ ഡയമീറ്റർ 30. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, സോ 50 30. സോ അതിനെ ഡാർക്ക് ചെയ്യാം. ഫ്രസ്റ്റത്തിന്റെ ടോപ്പ് വ്യൂ വരച്ചു. ദെൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. അപ്പൊ ഫ്രണ്ട് വ്യൂ വരയ്ക്കാനായിട്ട് ഞാൻ ഇതിനെ എന്ത് ചെയ്യാണ്? ഞാൻ ഇതിനെ പ്രൊജക്ട് ചെയ്യാണ്. ഓക്കെ, ഞാൻ ഇതിനെ പ്രൊജക്ട് ചെയ്തു. പിന്നെ മുകളിലോട്ട് ചെറിയ സർക്കിളിനെ നേരെ പ്രൊജക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിന്റെ ഹൈറ്റ് എത്രയാ? ഇതിന്റെ ഹൈറ്റ് എത്ര? 45 ആയിരുന്നു അല്ലെ? 45 ആയിരുന്നു. ഓക്കെ, 45. ഓക്കെ, സോ 45 ഹൈറ്റില് ഇതാ വരച്ചു. അഡോണ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തല്ലോ അല്ലെ അഡോണ? ഓക്കെ, ശരി. സോ 45. അപ്പൊ 45 വരച്ചു. ദെൻ നമ്മൾ ജോയിൻ ചെയ്യുക. യു വിൽ ഗെറ്റ് എ ട്രപ്പീസിയം. ഓക്കെ, സോ ഇതിനെ ഡാർക്ക് ആയിട്ട് വരയ്ക്കുക. എപ്പോഴും നമ്മൾ വ്യൂസ് എപ്പോഴും എന്തായിട്ട് വരയ്ക്കണം? ഡാർക്ക് ആയിട്ട് വേണം വരയ്ക്കാൻ. വ്യൂസ് എപ്പോഴും ഡാർക്ക് ആയിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ. ഓക്കെ, സോ ഇത്രയും വരച്ചത് ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. Okay, so this is the top view and this is the front view. Okay, ഇതിന്റെ ഹൈറ്റ് മാർക്ക് ചെയ്യാം. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് ഈസ് 45. ഓക്കെ, ഇനി ഇതിന്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കണം. അപ്പൊ നമുക്കറിയാം ഐസോമെട്രിക് വ്യൂ വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കണം. അപ്പൊ ഞാൻ ആദ്യം ഒരു ലൈൻ വരച്ചു. ഈ ലൈനിന്റെ ലെങ്ത്, ഇതിന്റെ മാക്സിമം ലെങ്ത് എത്ര? നമുക്കറിയാം ഇവിടെ 3 ഡയമെൻഷൻ ഉണ്ട്. 45 ഉണ്ട്, 30 ഉണ്ട്, 50 ഉണ്ട്. സോ ടേക്ക് ദിസ് ഡയമെൻഷൻ. മാക്സിമം ഡയമെൻഷൻ എത്രയാ? 50 ആണ്. സോ മാക്സിമം ഡയമെൻഷൻ 50. മാക്സിമം ഡയമെൻഷൻ 50 എടുത്തു, ഒരു ലൈൻ വരച്ചു. Then this angle എത്ര ഡിഗ്രിയാ? 15 ഡിഗ്രി. And draw a line from this point and this angle is 45 degree. Okay, this angle is 45 degree. ഓക്കെ, എന്നിട്ട് ഇതിന് പേര് കൊടുക്കുക. ദിസ് ഈസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഞാനിപ്പോ ABC എന്നാ കൊടുക്കുക. A, this is B and this point is C. ABC, A, B and C. ഓക്കെ, ഇനി നമ്മൾ വരയ്ക്കാൻ പോവാം.
അപ്പൊ നമ്മൾ ആദ്യം എന്ത് വരയ്ക്കണം? ആദ്യം നമ്മൾ ഇവനെ ബോക്സിലാക്കണം. ആദ്യം നമ്മൾ ഇവനെ ബോക്സിലാക്കി. ദെൻ മെഷർ വാട്ട് ഈസ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് അല്ലെ. അപ്പൊ ഇത് സർക്കിൾ ആയതുകൊണ്ട് നമുക്കറിയാം ഇതിന്റെ ഡയമീറ്റർ തന്നെയാണ് ലെങ്ത്. ഇതിന്റെ ഡയമീറ്റർ എത്രയാണ്? 50. സോ ലെങ്ത് ഈസ് 50. ബ്രെഡ്ത്ത് എത്ര തന്നെ ആയിരിക്കും? ബ്രെഡ്ത്ത് ഈസ് ഓൾസോ 50. സോ ലെങ്ത് ഈസ് 50, ബ്രെഡ്ത്ത് ഈസ് 50. ഓക്കെ, സോ ഡ്രോ എ ലൈൻ. ഒരു ലൈൻ വരച്ചു. ദെൻ മാർക്ക് പോയിന്റ് ഹിയർ. ദെൻ ഇവിടുന്ന് ഒരു ലൈൻ വരയ്ക്കുക. ഓൾസോ ഡ്രോ എ ലൈൻ ഫ്രം ഹിയർ. Then this inclination, ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? This inclination is 30 degree. This inclination is 30 degree. Okay. Then what about the length? 50 ആണ്. അപ്പൊ നമ്മൾ ഐസോമെട്രിക് വ്യൂ ആണെങ്കിൽ ഈ ലെങ്ത് നമ്മൾ എത്ര തന്നെ എടുക്കണം? ഈ ലെങ്ത് എത്ര തന്നെ നമ്മൾ എടുക്കുമായിരുന്നു? ഐസോമെട്രിക് വ്യൂ ആയിരുന്നെങ്കിൽ നമ്മൾ ഈ ലെങ്ത് 50 തന്നെ എടുത്താ വരയ്ക്കുന്നത്, ശരിയല്ലേ? പക്ഷെ ഇത് ഐസോമെട്രിക് വ്യൂ ആണോ? അല്ല, പ്രൊജക്ഷനാ. അപ്പൊ നമ്മൾ 50യുടെ ഐസോമെട്രിക് ലെങ്ത് എടുക്കണം. അതിന് ഐസോമെട്രിക് സ്കെയിലിൽ പോവാ. ബി സി എന്ന് പറയുന്നതാണ് ലെങ്ത് എത്ര? 50. അതിന്റെ ഐസോമെട്രിക് ലെങ്ത് എത്രയാ? എ ബി ആണ്. സോ മെഷർ വാട്ട് ഈസ് ദ ലെങ്ത് എ ബി. എ ബിയുടെ ലെങ്ത് എത്ര എന്ന് മെഷർ ചെയ്യാം. അപ്പൊ അതിന്റെ വാല്യൂ കിട്ടും 40.825 എന്ന് പറഞ്ഞു കിട്ടും. 40.825. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 40.825. സിമിലർലി ഇവിടെ അത് തന്നെ. ദിസ് ഡിസ്റ്റൻസ് ഈസ് 40.825 എടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് നിങ്ങൾക്ക് അറിയാം എന്ത് വരയ്ക്കണം? ലൈൻ വരയ്ക്കുക. ഈ പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. ഈ ലൈൻ ഏതിന് പാരലൽ ആയിരിക്കണം? പാരലൽ ടു ദിസ് ലൈൻ. Clear? Similarly from this point draw another line, and this is again parallel to this line. Okay, then you have to draw the box. അപ്പൊ ഈ പോയിന്റിൽ നിന്ന് എന്ത് വരയ്ക്കുക? ലൈൻ വരയ്ക്കുക. ലൈൻ വരയ്ക്കുമ്പോൾ വാട്ട് ഈസ് ദ ഹൈറ്റ്? അപ്പൊ ഈ ഇതിന്റെ ഹൈറ്റ് എത്രയാ? ഈ ഫ്രസ്റ്റം ഓഫ് എ കോണിന്റെ ഹൈറ്റ് 45 ആണ്. സോ 45ന്റെ ഐസോമെട്രിക് ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 45 ബി സിയിൽ മാർക്ക് ചെയ്യാം. സോ ദിസ് ഈസ് 45. ഓക്കെ, ദെൻ ഈ പോയിന്റിൽ നിന്ന് ഡ്രോ എ ലൈൻ. ആ ലൈനിന്റെ പ്രത്യേകത എന്താണ്? ദിസ് ലൈൻ ഈസ് പാരലൽ ടു എ സി. എ സിക്ക് പാരലൽ ആയിരിക്കണം. Then measure this distance. ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്യുക. You can see the distance is 36.742. അതായിരിക്കും എന്ത്? ഈ ബോക്സിന്റെ ഹൈറ്റ് 36.742. This is 36.742. 36.742. ഓക്കെ, അതുപോലെ ഈ പോയിന്റിൽ നിന്ന് വരയ്ക്കുക. 4 പോയിന്റിൽ നിന്ന് വരയ്ക്കുക. 36.742. നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പോയിന്റ് ഒന്നും കാണത്തില്ല. നിങ്ങൾ വരയ്ക്കുമ്പോൾ 36 ആയിരിക്കും കേട്ടോ, അറിയാമല്ലോ നിങ്ങൾക്ക്. ഓക്കെ, 36.742. ഞാൻ കമ്പ്യൂട്ടർ വരയ്ക്കുന്നതുകൊണ്ടാണ് ഈ ഡെസിമൽ വരുന്നത്. ഓക്കെ, ദെൻ ജോയിൻ ദിസ്. ഇത് ജോയിൻ ചെയ്യുക. Also draw a line from this point. Again, what is the distance? Height 36.742. 36.742. 36.742. Then join this point to this point. Then from this point again, what is the height? 36.742. 36.742. ഓക്കെ, അപ്പോൾ ഹൈറ്റ് എപ്പോഴും എത്ര ആയിരിക്കും? 36.742 ആയിരിക്കും.
then join ചെയ്യുക, you will get the box. Okay, so this is the box. ഇനി നമ്മൾ എന്ത് വരയ്ക്കണം? ഇതിന്റെ താഴെ ബേസിൽ ആ സർക്കിൾ വരയ്ക്കണം. അപ്പൊ നമുക്കറിയാം സർക്കിളിന്റെ ഡയമീറ്റർ എത്ര? 50 ആണ്. അപ്പൊ 50യുടെ പകുതി എത്രയാണ്? 25ലാണ് ഇവിടെ പോയിന്റ് ഇരിക്കുന്നത്, 25ല്. അതായത് ഈ ബോക്സിന്റെ നേരെ പകുതിയിലാണ് ഈ സർക്കിൾ ഇരിക്കുന്നത്, 25. അപ്പൊ ഞാൻ എന്ത് മാർക്ക് ചെയ്യണം? ആദ്യം ഐസോമെട്രിക് സ്കെയിലിൽ പോയിട്ട് 25ന്റെ ഐസോമെട്രിക് ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ ദിസ് ഈസ് 25. 25ന്റെ ഐസോമെട്രിക് ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 25ന്റെ ഐസോമെട്രിക് ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ ഞാൻ മെഷർ ചെയ്യട്ടെ എത്രയാന്ന്. ഓക്കെ, 25ന്റെ ഐസോമെട്രിക് ലെങ്ത് കാണുന്നുണ്ടല്ലോ. എത്രയാ? 20.412. അപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ. സോ ദിസ് ഈസ് 20.412. സോ ഈ 20.412 എന്ത് ചെയ്യണം? 20.412 ഇവിടെ മാർക്ക് ചെയ്യണം. സോ ഐ വിൽ മാർക്ക് എ പോയിന്റ് ഹിയർ. എത്രയാണ്? 20.412. ഇവിടെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20. So this distance is 20.412. Okay. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് പോയിന്റിൽ അങ്ങനെ മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയില്ല, ഇവിടുന്ന് ഒരു ലൈൻ എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് നേരെ ഒരു ലൈൻ വരച്ചാൽ മതി. എന്നിട്ട് ഇതിനെ എന്താക്കിയാൽ മതി? പാരലൽ ആക്കിയാൽ മതി. ഇതാ ഈ ലൈന് പാരലൽ ആക്കിയിട്ട് വരച്ചാൽ മതി. അപ്പൊ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി ഇത് എത്ര തന്നെ ആയിരിക്കും? 20.412 തന്നെ. അതെ, ഈ ഡിസ്റ്റൻസ് നോക്കിയേ, ഇത് 20.412 കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഇത് രണ്ടും 20.412. ഇവിടെ അത് തന്നെ, ഇപ്പുറത്തും അത് തന്നെ. ഇവിടെ എന്ത് ചെയ്യുക? പോയിന്റ് മാർക്ക് ചെയ്യുക. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 20.412 ആയിരിക്കും. ദിസ് ഈസ് 20.412. കണ്ടോ? 20.412. ഇനി നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേണമെങ്കിൽ 20.412 എടുക്കാം. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് എന്ത് വരച്ചാൽ മതി? ഒരു ലൈൻ വരച്ചിട്ട് അത് ഏതിന് പാരലായിട്ട് വരച്ചാൽ മതി? ഈ സൈഡിന് പാരലാക്കിയാൽ മതി. ഓട്ടോമാറ്റിക്കലി ഇത് എത്ര ആയിരിക്കും? 20.412 ആയിരിക്കും. ഇതാ മെഷർ ചെയ്ത് നോക്കിയേ, 20.412 കാണുന്നുണ്ടല്ലോ. 20.412. അപ്പൊ ഞാൻ എല്ലാ പോയിന്റും മാർക്ക് ചെയ്തു. ആ ബേസിലുള്ള സർക്കിളിന്റെ എല്ലാ പോയിന്റും ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിപ്പോ തൽക്കാലം ഇവിടെ ഒരു പേര് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റിപ്പോകും. സോ ഇവിടെ അപ്പൊ ഞാൻ ഈ ബോക്സിന് ആദ്യം ഞാനൊരു പേര് കൊടുക്കാം. ദിസ് ഈസ് 1. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയം വരും. 1, ദിസ് ഈസ് 2, ദിസ് ഈസ് 3, ദിസ് ഈസ് 4. കണ്ടല്ലോ. അപ്പൊ അതേ പേര് തന്നെ ഇവിടെ ഞാൻ കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എളുപ്പം പിടി കിട്ടും. 1, ദിസ് ഈസ് 1, ദിസ് ഈസ് 2, then this point is 3, and this point is 4. Okay, so 1, 2, 3, 4. ഇനി ഈ 1, 2-ലുള്ള 1, 2-ൽ ഇതിന് ഞാൻ എ എന്ന് പേര് കൊടുക്കുകയാണ്. എ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പിടി കിട്ടും. ദിസ് ഈസ് എ, this point is B, this point is C, this point is D. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ 1, 2-ലെ പേരിന്റെ പോയിന്റ് ഏതാ? എ. അപ്പൊ ഞാൻ ഇവിടെ ക്യാപിറ്റൽ, നമ്മൾ ഐസോമെട്രി കൊടുക്കുമ്പോൾ എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എ. ഇനി 2, 3-ൽ ഏത് പോയിന്റ് ആണ്? ബി. ബി കൊടുത്തു. ഇനി 3, 4-ൽ എത്ര? 3, 4-ൽ ആരാണ്? സി. ഇതെല്ലാം 20.412 ആണല്ലോ, അതറിയാമല്ലോ. സി.
So this is C and E point എത്രയാണ് D. This point is D. ഓക്കെ, ഇനി നമ്മൾ ഫോർത്ത് സെന്റർ മെത്തേഡ് കൊടുക്കാൻ പോകണം. ഫോർത്ത് സെന്റർ മെത്തേഡിൽ എന്തുവരുന്ന ഓർമ്മയുണ്ടല്ലോ, ആദ്യം 1 കോമ്പസ് കുത്തുക, 1 തൊട്ട് C വരെ എടുക്കുക, C വരെ എടുത്തിട്ട് C തൊട്ട് B വരെ ആർക്ക് വരയ്ക്കുക. 1 കോമ്പസ് കുത്തിയിട്ട് B തൊട്ട് C വരെ ആർക്ക് വരയ്ക്കുക. വൺ സെന്റർ C തൊട്ട് B വരെ. സാർ 20.412 മാർക്ക് ചെയ്ത് അതൊന്നുകൂടെ ഒന്ന് പറയാമോ? പറഞ്ഞുതരാം. ഓക്കെ, ഞാനിപ്പോ ഇവിടെ വരച്ചപ്പോ ബി സി ഇങ്ങോട്ടൊരു വാല് പോലെ കിടക്കുന്ന കണ്ടോ? നിങ്ങൾ വരയ്ക്കുമ്പോ ഇങ്ങനെ വരല്ലോ കേട്ടോ, ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ് ഇതിൽ വരയ്ക്കുമ്പോ. അപ്പൊ ഞാനിപ്പോ തൽക്കാലം അത് അങ്ങനെ നിർത്തിയേക്കുവാണ്. നിങ്ങൾ വരയ്ക്കുമ്പോ ബിന്ന് സി വരെ വരയ്ക്കാവുള്ളൂ കേട്ടോ, ബിന്ന് സി വരെ വരയ്ക്കാം. ഓക്കെ, ഞാനിപ്പം അത് ഡാർക്ക് ആക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോ ബി തൊട്ട് എവിടെ വരെ വരയ്ക്കാവുള്ളൂ? സി വരെ വരയ്ക്കാവുള്ളൂ കേട്ടോ. ഓക്കെ, സോ ആനന്ദ് എന്തായിരുന്നു ചോദിച്ചേ? ആനന്ദ് സാറ് 20.412 പോയിന്റ് മാർക്ക് ചെയ്തെന്ന് പറഞ്ഞു. ഓക്കെ, അതായത് നമുക്കിവിടെ എ ബി സി ഡി എന്ന് പറയുന്ന 4 പോയിന്റ്സ് മാർക്ക് ചെയ്യണമല്ലോ, എ ബി സി ഡി. അപ്പൊ ഇത് ഈ സൈഡിന്റെ നടുക്കായിട്ടായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ ആക്ച്വൽ 50ന്റെ പകുതിക്കായിരിക്കുന്നത്. 50ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എ ഇരിക്കുന്ന എത്രല്ല? 25ല, 50യുടെ ഹാഫില് 25ല. അപ്പൊ നമ്മൾ ആ 25നെ എന്ത് ചെയ്യണം? ആ 25നെ നേരെ കൊണ്ടുവന്ന് എവിടെ കൺവേർട്ട് ചെയ്യണം? ഐസോമെട്രിക് ലെങ്ത് ആക്കണം. നമുക്ക് 25 എടുത്ത് മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. 25 എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത് ആണ്. ട്രൂ ലെങ്തിനെ നമ്മൾ ഐസോമെട്രിക് ലെങ്ത് ആക്കി. കണ്ടോ, 20.412. ആ 20.412 എടുത്തിട്ടാണ് എയും ബിയും സിയും ഡിയും മാർക്ക് ചെയ്തേക്കുന്നത്. ഇത് ഐസോമെട്രിക് വ്യൂ ആയിരുന്നെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്ര ആയിരുന്നേനെ? എല്ലാം 25 ആയിരുന്നേനെ. ഇത് പ്രൊജക്ഷൻ ആയതുകൊണ്ടാണ് 25നെ നമ്മൾ കൺവേർട്ട് ചെയ്ത് 20.412 എടുത്ത് എയും ബിയും സിയും ഡിയും മാർക്ക് ചെയ്തത്. ക്ലിയർ ആയോ? ക്ലിയർ സർ. ഓക്കെ, ഇനി അടുത്തത് 3 സെന്റർ ആക്കിയിട്ട് ഡിന്ന് എയിലോട്ട് വരച്ചു. കണ്ടോ, അടുത്ത ആർക്ക് വരച്ചു. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ജോയിൻ 1C ആൻഡ് 3D. 1Cയും 3Dയും കൂടെ ജോയിൻ ചെയ്യുക. അപ്പൊ ഇത് ഇന്റർസെക്ട് ചെയ്യും. കണ്ടോ, ഇവിടെ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. ഇതാണ് മൂന്നാമത്തെ സെന്റർ. നമ്മൾ 4 സെന്ററിൽ 4 സെന്റർ വെച്ചിട്ടല്ലേ വരയ്ക്കുന്നത്. ആദ്യത്തെ സെന്റർ 1 ആയിരുന്നു, രണ്ടാമത്തെ സെന്റർ 3 ആയിരുന്നു, ഇനി ഇതാണ് മൂന്നാമത്തെ സെന്റർ. അത് സെന്റർ ആക്കിയിട്ട് കോമ്പസിൽ ആർക്ക് എടുക്കുക, ഇവിടെ വെച്ചിട്ട് നേരെ ആർക്ക് വരയ്ക്കുക. അപ്പൊ അടുത്തത് കിട്ടി, അത് ഡാർക്ക് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, സിമിലർലി then 1B വരയ്ക്കുക, ജോയിൻ ചെയ്യുക. then join this 3 and 3A. okay, so this is the next center, last center, നാലാമത്തെ center, fourth center. so this as center, draw arc AB. okay, so that is the ellipse. ഇത് സംശയമുണ്ടോ? ജൂഡിത്ത്, സംശയമുണ്ടോ? ഇല്ല സർ. ഓക്കെ, അഡോണ ക്ലിയർ ആണോ? ആ സർ, ക്ലിയറാ. ഓക്കെ, ആദം അഭിഷേക്. കുഴപ്പമില്ല സാർ, മനസ്സിലായി. ഓക്കെ, ആനന്ദ്.
മനസ്സിലായി സാർ. മുന്ന സാർ ആ എലിപ്സ് വരച്ചൊന്നു പറയാമോ? എലിപ്സ് വരയ്ക്കാൻ ആദ്യം എന്ത് എടുക്കണം? നമ്മൾ എയും ബിയും സിയും ഡി 4 പോയിന്റ് മാർക്ക് ചെയ്യണം. എ ബി സി ഡി എന്ന് പറയുന്ന 4 പോയിന്റ്സ് ആദ്യം മാർക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കിയേ, ഞാന് 20.412 എന്നുള്ള ഡിസ്റ്റൻസിലാണ് എയും ബിയും സിയും ഡിയും മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് സംശയമുണ്ടായി, എവിടെ നിന്നാണ് ഈ 20.412 വന്നേക്കുന്നത്? അതെവിടെ നിന്നാണ്? നമ്മുടെ ടോപ്പ് വ്യൂല് എയും ബിയും സിയും ഡിയും എത്ര ഡിസ്റ്റൻസിലായിരിക്കുന്നത്? 25 ആണ്. ആ 25ന്റെ ഐസോമെട്രിക് ലെങ്ത് നമ്മൾ എടുക്കണം. 25ന്റെ ഐസോമെട്രിക് ലെങ്ത് സ്കെയിലിൽ എടുത്തു. എത്രയാ? 20.412. ആ 20.412 എടുത്തിട്ട് നമ്മൾ ഇവിടെ 4 സൈഡിലും ഇവിടെ എ മാർക്ക് ചെയ്തു. ദെൻ 20.412 എടുത്ത് ബി മാർക്ക് ചെയ്തു. 20.412 എടുത്ത് സി മാർക്ക് ചെയ്തു. 20.412 എടുത്ത് ഡി മാർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് 4 പോയിന്റ് കിട്ടി, എയും ബിയും സിയും ഡിയും. ഇനി ഇത് ജോയിൻ ചെയ്ത ഒരു കർവ് വരയ്ക്കണം. സർക്കിളിന്റെ ഐസോമെട്രി എന്ന് പറഞ്ഞാൽ എലിപ്സ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു എലിപ്സ് വരയ്ക്കുമ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് 4 സെന്റർ മെത്തേഡ് എന്നാ പറയുന്നത്. പല മെത്തേഡിൽ എലിപ്സ് വരയ്ക്കാമല്ലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. മേജർ ആക്സിസില് മേജർ ആക്സിസും മൈനർ ആക്സിസും തന്നാൽ എങ്ങനെ എലിപ്സ് വരയ്ക്കുന്നത്? അല്ലെങ്കിൽ എക്സെൻട്രിസിറ്റി മെത്തേഡ് തന്നാൽ എങ്ങനെ? എക്സെൻട്രിസിറ്റി അറിയാമല്ലോ. എക്സെൻട്രിസിറ്റി ലെസ് ദാൻ 1 ആണെങ്കിൽ എലിപ്സ്, ഈക്വൽ ടു 1 ആണെങ്കിൽ പരാബോള, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഹൈപ്പർബോള. അപ്പൊ എക്സെൻട്രിസിറ്റി മെത്തേഡ് വെച്ച് എലിപ്സ് വരയ്ക്കും. അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട് എലിപ്സ് വരയ്ക്കാൻ. പക്ഷെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഏത് മെത്തേഡാണ്? 4 സെന്റർ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ എലിപ്സ് വരയ്ക്കുന്നത്. അപ്പൊ അതിന് 4 സെന്റർ എടുക്കണം. ആദ്യത്തെ സെന്റർ 1 ആണ്. 1ൽ കോമ്പസ് കുത്തിയിട്ട് സി തൊട്ട് ബി വരെ, ഇപ്പൊ ഒരു ചുമന്ന കളറിൽ കാണുന്നുണ്ടോ സ്ക്രീനിൽ? 1ൽ കോമ്പസ് കുത്തിയിട്ട് ഇപ്പൊ റെഡ് കളറിൽ കാണുന്ന ആർക്ക് വരയ്ക്കുന്നത്. റെഡ് കളറിൽ കാണുന്ന ആർക്ക് എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒന്നുകിൽ സിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലോട്ട്, അല്ലെങ്കിൽ ബിന്ന് സ്റ്റാർട്ട് ചെയ്ത് സിയിലോട്ട്. അതിനുശേഷം രണ്ടാമത്തെ സെന്റർ 3 ആണ്. 3ൽ കോമ്പസ് കുത്തിയിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റില് റെഡ് കളറിൽ ഇപ്പൊ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടോ? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒന്നുകിൽ ഡി അല്ലെങ്കിൽ എ. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഡി ആണെങ്കിൽ എൻ പോയിന്റ് എ ആയിരിക്കും. അല്ല, സ്റ്റാർട്ടിംഗ് പോയിന്റ് എ ആണെങ്കിൽ എൻ പോയിന്റ് ഡി ആയിരിക്കും. ആർക്ക് വരച്ചു. ദെൻ അപ്പൊ 2 സെന്റർ. ഇനി മൂന്നാമത്തെ സെന്റർ എന്ന് പറഞ്ഞാൽ ഈ 1ഉം സിയൂടെ അങ്ങ് ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. 3യും ഡിയൂടെ ജോയിൻ ചെയ്ത് ലൈൻ വരയ്ക്കുക. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ. ഇവിടെ ആ പോയിന്റ് സെന്റർ ആക്കിയിട്ട് സി തൊട്ട് ഡി, അപ്പൊ എ ബി എന്ന് പറയുന്ന ആർക്ക് കിട്ടും. അപ്പൊ അങ്ങനെ എലിപ്സ് കിട്ടി. മനസ്സിലാവും? പിടിയോ? മനസ്സിലായി സാർ. What is pie chart? Why do we use it? ഓക്കെ, മുന്നോട്ട് കിട്ടിയോ? മനസ്സിലായി സാർ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇതിന്റെ മുകളിൽ ആരെ വരയ്ക്കണം? ഇതേപോലെ മുകളിൽ വേറൊരു എലിപ്സ് വരയ്ക്കണം. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. അപ്പൊ അതിന് നമ്മൾ ആദ്യം ഈ എന്തോ സാർ 1 to C വരെ നമ്മൾ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് 1ഉം സിയും പിന്നെ 3യും ഡി. 3D കണ്ടോ? 3D കണ്ടോ? സാർ അത് ആ 2 ലൈനൂടെ ജോയിൻ ചെയ്ത് കിട്ടുന്ന അവിടെ കുത്തിയിട്ട് പിന്നെ വരയ്ക്കുന്നതെന്ന് പറഞ്ഞു. ഈ പോയിന്റിൽ സെന്റർ ആക്കിയിട്ട് നമുക്ക് ആർക്ക് വരയ്ക്കണമെങ്കിൽ റേഡിയസ് വേണമല്ലോ. അപ്പൊ റേഡിയസ് ഒന്നുകിൽ ഈ പോയിന്റ് തൊട്ട് ഡി വരെ എടുക്കാം, അല്ലെങ്കിൽ ഈ പോയിന്റ് തൊട്ട് സി വരെ എടുക്കാം റേഡിയസ്. എന്നിട്ട് ഈ ആർക്ക് വരച്ചാൽ മതി. ഓക്കെ സാർ. ഓക്കെ, അപ്പുറത്ത് ഇത് ഇപ്പൊ ലെഫ്റ്റിൽ ചെയ്യുന്ന പോലെ തന്നെ അപ്പുറത്തും, ഇപ്പുറത്ത് ചെയ്യുന്ന പോലെ തന്നെ അപ്പുറത്തും സെയിം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ വരയ്ക്കണം. അപ്പൊ മുകളിൽ വരയ്ക്കുമ്പോൾ നമുക്കറിയാം ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ എത്ര? ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ 30. വലിയ സർക്കിളിന്റെ ഡയമീറ്റർ 50. അപ്പൊ ഇവിടെ നമ്മളൊരു ബോക്സ് വരച്ചിട്ട് ഇതിന്റെ ബാക്കി ബാലൻസ് എത്ര വരുമെന്ന് നമുക്കറിയാമല്ലോ. വരയ്ക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് അറിയാം എത്ര വരും. ഇവിടെ 50 ആണ്, ഇത് 30 അല്ലെ? അപ്പൊ ബാക്കി എത്ര വരും? 20. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? ഇത് 10 ആയിരിക്കും.
ഈ ഡിസ്റ്റൻസ് 10 കണ്ടോ, ഈ ഡിസ്റ്റൻസ് 10. അപ്പൊ എല്ലാ സൈഡിൽ നിന്നും ഡിസ്റ്റൻസ് എത്ര 10ആണ്, 10. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, 10ന്റെ ഐസോമെട്രിക് ലെങ്ത് കണ്ടുപിടിക്കണം. ആദ്യം 10ന്റെ ഐസോമെട്രിക് ലെങ്ത് കണ്ടുപിടിക്കാന് ഇവിടെ ഞാൻ 10 വരച്ചു. ഓക്കെ, ഞാനിപ്പോ തൽക്കാലം ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, സോ 10 വരച്ചിട്ട് ഇവിടുന്ന് ഞാനൊരു ലൈൻ വരച്ചു. ആ ലൈൻ ഈ എ സിക്ക് എന്താ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എ സിക്ക് അത് പാരലൽ ആയിരിക്കണം, എപ്പോഴും എ സിക്ക് പാരലൽ ആയിരിക്കണം. ദെൻ മെഷർ ചെയ്യുക ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്യുക. എത്രയാണ് കണ്ടല്ലോ, 8.165. 10ന്റെ ഐസോമെട്രിക് ലെങ്ത് ആണ് എത്ര, 8.165. അത് നമ്മൾ ഇവിടെ മുകളിൽ മാർക്ക് ചെയ്യണം. ഓക്കെ ഓക്കെ, ഞാൻ ആദ്യം ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. എത്ര ഡിസ്റ്റൻസിലാണ്, 8.165. 8.165. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റിലും അത് തന്നെയാണ്, പക്ഷേ നമുക്ക് നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ മതി പാരലൽ ആയിട്ട്. അപ്പൊ അതാണ് കുറച്ചുകൂടി എളുപ്പം. അപ്പൊ ഞാൻ നേരെ ഒരു ലൈൻ അങ്ങ് വരച്ചു. ഈ ലൈൻ വരയ്ക്കുമ്പോൾ ഈ ലൈൻ എന്തായിരിക്കണം, പാരലൽ ആയിരുന്നാൽ മതി. കണ്ടോ, അപ്പൊ നമുക്കറിയാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ ഡിസ്റ്റൻസ് എത്ര വരും, ഇത് 8. കണ്ടോ, 8.165 ആയിരിക്കും. ഓക്കെ, ഇനി അപ്പുറത്തും ഇതേപോലെ തന്നെ, ഇവിടെയും ഇതേപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് എത്ര എടുക്കണം, 8.165. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ വരയ്ക്കുമ്പോൾ അത് ഈ സൈഡിന് എന്തായിരിക്കണം, പാരലൽ ആയിരിക്കണം. ഈ സൈഡിന് പാരലൽ ആയിരിക്കണം. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും, 8.165. കണ്ടല്ലോ, ദിസ് ഈസ് 8.165. ഇനി ഇവിടെ ഇപ്പുറത്തും ഇതേപോലെ തന്നെ, ഈ സൈഡിലും ഇതേപോലെ തന്നെ. കാരണം ഇത് സർക്കിൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇങ്ങനെ വരത്തില്ലല്ലോ, എല്ലാം സെയിം വരത്തില്ല, ഡിഫറൻറ്റേ വരത്തുള്ളൂ. 8.165. 8.165. ദെൻ ഇവിടുന്ന് എന്ത് വരയ്ക്കണം, ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, സച്ച് ദാറ്റ് അത് ഈ എഡ്ജിന് എന്തായിരിക്കണം, ഇതിന് പാരലൽ ആയിരിക്കണം. അപ്പൊ ഇവിടെയും ഈ ഡയമെൻഷൻ എത്ര ആയിരിക്കും, ദിസ് ഈസ് 8.165 ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് 8.165 ആയിരിക്കും. കണ്ടോ, ദിസ് ഡിസ്റ്റൻസ് ഈസ് 8.165. സിമിലർലി ഇവിടെയും ദിസ് പോയിന്റ് ഇത് എത്രയാണ്, 8.165. ദെൻ ഇവിടുന്ന് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക, such that this line is parallel to this line. Okay, ഇവിടെയും മെഷർ ചെയ്യുക. This distance is 8.165. ഓക്കെ, അപ്പൊ നമുക്ക് മേളിലുള്ള ആ ഒരു സ്ക്വയർ പോലെ ഒരു ഷേപ്പ് കിട്ടി. കണ്ടോ, ഇനി അതിന്റെ അകത്ത് ആരുണ്ട്, നമുക്ക് ഈ പോയിന്റ്സ് മാർക്ക് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോ ഈ സർക്കിളിന് നിങ്ങൾക്ക് പിടി കിട്ടാൻ വേണ്ടി ഞാൻ പേര് കൊടുക്കുകയാണ്. P, ഈ പോയിന്റിന് P എന്ന് കൊടുത്തു. ദിസ് പോയിന്റ് ഈസ് Q. Then this point is R and this point is S. PQRS എന്ന് ഞാൻ പേര് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കറിയാം ഈ PQRS എന്ന് പറയുന്ന പോയിന്റ് എക്സാക്ട് അതിന്റെ നടുക്ക അല്ലെ. ഡയമീറ്റർ 30ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര, 15. അപ്പൊ 15ലാണ് പിയും ക്യൂവും ആറും എസും കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നേരെ പോയിട്ട് 15ന്റെ ഐസോമെട്രിക് ലെങ്ത് കണ്ടുപിടിക്കണം. സോ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ നേരെ പോയിട്ട് 15ന്റെ ഐസോമെട്രിക് ലെങ്ത്. സോ ദിസ് ഈസ് 15. ഓക്കെ, ഈ പോയിന്റ് 15 ആണ്. ആ പോയിന്റിൽ നിന്ന് ഞാൻ ഒരു ലൈൻ വരച്ചു, സച്ച് ദാറ്റ് ദിസ് ലൈൻ ഈസ് പാരലൽ ടു AC. Then measure this length. എത്രയാണെന്ന് അറിയാമോ, 12.247. So this is the isometric length of 15.
അപ്പൊ ഞാൻ എന്താ ഇവിടെ ഈ പോയിന്റില് ഇതിന്റെ നടുക്കായിട്ട് എത്ര ഡിസ്റ്റൻസ് കിട്ടി? 12.247. ഓക്കെ, സോ 12.247 ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം, such that this distance is 12.247. This distance is 12.247. ഓക്കെ, ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റിൽ അത് തന്നെ വരുന്നത്. പക്ഷെ എന്റെ എളുപ്പവഴി ഞാൻ പറഞ്ഞല്ലോ, എന്ത് ചെയ്താൽ മതി? ഇവിടെ നിന്ന് ഒരു ലൈൻ വരച്ചാൽ മതി, എന്നിട്ട് ഇതിനെ എന്താക്കിയാൽ മതി? പാരലൽ ആക്കിയാൽ മതി. ഓക്കെ, എന്നിട്ട് ഇത് മെഷർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഓട്ടോമാറ്റിക്കലി ഈ ഡിസ്റ്റൻസ് എത്രയാ? ഇത് ഓട്ടോമാറ്റിക്കലി 12.247 കണ്ടോ? 12.247. സിമിലർലി ഇവിടെ അത് തന്നെ, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം, സച്ച് ദാറ്റ് ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 12.247. ഓക്കെ, അതിന്റെ ഓപ്പോസിറ്റിൽ അതുപോലെ മാർക്ക് ചെയ്യണം. നമുക്ക് എളുപ്പവഴി എന്ത് ചെയ്താൽ മതി? നേരെ ഒരു പാരലൽ ലൈൻ അങ്ങ് വരച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റ്സ് എല്ലാം കിട്ടി. അപ്പൊ അതിന് ഞാനിപ്പോ കൊടുത്തേക്കുന്ന പേരുകൾ എന്തൊക്കെയാ? PQRS എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അത് അതുപോലെ കൊടുക്കുകയാണ്, PQRS എന്ന്. അപ്പൊ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. സോ ദിസ് ഈസ് P, this point is P, this point is Q, this point is R, and this point is S. PQRS. PQRS. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്ലൈ ഫോർസ് സെന്റർ മെത്തേഡ്. ഓക്കെ, സോ 3 ഇവിടെ ഈ പോയിന്റ് സെന്റർ ആക്കിയിട്ട് ഈ പോയിന്റ് സെന്റർ RQ വരയ്ക്കുക. Then this ഈ പോയിന്റ് സെന്റർ SP വരയ്ക്കുക. Then ഇതും ഇതൂടെ ജോയിൻ ചെയ്യുക, ഈ പോയിന്റും ഇതൂടെ ജോയിൻ ചെയ്യുക. ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, ദിസ് ഈസ് ദ ഇന്റർസെക്ടിങ് പോയിന്റ്, അത് സെന്റർ ആക്കിയിട്ട് ആർക്ക് വരയ്ക്കുക. ഒരു ചെറിയ എറർ വരുന്നുണ്ട്. ഓക്കെ, ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഇത് എവിടെ കണ്ടോ? ഞാൻ വരച്ചതിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എവിടെയോ പറ്റിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലേ കാണത്തുള്ളൂ. കണ്ടോ? ഓക്കെ, സോ അടുത്തത് 3Q ഇത്. Then this point is center arc വരയ്ക്കുക. ഓക്കെ, അപ്പൊ നമുക്കതാ കണ്ടല്ലോ, മേളിലും താഴെയും എന്ത് കിട്ടി? മേളിലും താഴെയും 2 എലിപ്സ് കിട്ടി. ഇനി ഇതിനെ നമ്മൾ എന്തുപയോഗിച്ച് ജോയിൻ ചെയ്താൽ മതി? സ്ട്രെയിറ്റ് ലൈൻ വെച്ച്. കണ്ടോ? നേരെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, ലെഫ്റ്റിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, പിന്നെ റൈറ്റിലും എന്ത് വരയ്ക്കുക? റൈറ്റിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ലെഫ്റ്റിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, റൈറ്റിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ദി ഫ്രസ്റ്റം ഓഫ് എ കോൺ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഡയമെൻഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ദിസ് ബേസ് സർക്കിൾ? 50. Then what is the dimension of this smaller circle? 30. And this height is 45. Okay, then this angle 15 degree isometric length. Then this angle is 45 degree. Okay, and ഈ ഓരോന്നിന്റെയും ഐസോമെട്രിക് ലെങ്തുകൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ.
ഓക്കെ, ഇതൊന്നും നിങ്ങൾ തുടച്ചു കളയല്ല. ഇവിടെ ഓരോ ലെങ്തും ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒന്നോ രണ്ടോ എണ്ണം കാണിച്ചു വെച്ചേക്കും. ഓക്കെ, സോ ദിസ് ആംഗിൾ ഈസ് 30 ഡിഗ്രി. This angle is 30 degree. Then ബോക്സിന്റെ ഹൈറ്റ് എത്രയാണ്? 36.74. അത് എവിടെ നിന്നാണ് കിട്ടിയേ? 45 ആണ് ഇതിന്റെ ഹൈറ്റ്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ ആണ് എത്രയാ? 36.64. ഓക്കെ, ക്ലിയർ? സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേ. മുന്ന ക്ലിയർ ആണോ? മുന്നയുടെ ശബ്ദം കേൾക്കുന്നില്ല. ആദം ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ, എനിക്ക് ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, ശരി. ആദം മേ ബി നിങ്ങളുടെ നെറ്റ് ചിലപ്പം തീർന്നു കാണുമായിരിക്കും. ഓക്കെ, നിങ്ങളെല്ലാം മൊബൈൽ നെറ്റ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലോട്ട് മെസ്സേജ് അയക്കണം കേട്ടോ. ഓക്കെ, സോ അപ്പം നമുക്ക് ഇപ്പൊ 12:52 ആയി. അപ്പൊ നമുക്കിപ്പോ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അടോണ, ജൂഡിത്ത്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ പ്രോബ്ലം? ആ സർ. ആ സർ. ഓക്കെ ഓക്കെ. അഭിഷേക് ഓക്കെ. ആനന്ദ് മനസ്സിലായി സർ. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് എത്ര മണിക്ക് വരാം? നിങ്ങൾക്ക് നെറ്റ് ഉണ്ടോ എന്ന് ആദ്യം പറ. ഇന്റർനെറ്റ് ഉണ്ടോ എന്ന് പറ. നിങ്ങളുടെ ഫോണിൽ ഇന്റർനെറ്റ് അവൈലബിൾ ആണോ എന്നുള്ളത് ആദ്യം പറയുക. ഇനി റെക്കോർഡിംഗ് നമുക്കങ്ങ് സ്റ്റോപ്പ് ചെയ്തേക്കാം റെക്കോർഡിംഗ്. ഓക്കെ, അടോണ റെക്കോർഡിംഗ് ഇപ്പം സ്റ്റോപ്പ്